ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക് മോഡുലസ് ഫംഗ്ഷനാണ്. മോഡുലസ് ഫംഗ്ഷൻ്റെ തന്നെ വേറൊരു പേരാണ് അബ്സല്യൂട്ട് വാല്യൂ ഫംഗ്ഷൻ. മോഡുലസ് ഫംഗ്ഷൻ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതായത് രണ്ട് വേർട്ടിക്കൽ ലൈൻസ് ആയിട്ടാണ് നമ്മളിങ്ങനെ മോഡുലസ് ഫംഗ്ഷൻ ഡിനോട്ട് ചെയ്യുന്നത്. അതായത് നമ്മൾ ആദ്യം മോഡുലസ് ഓൺ നമ്പേഴ്സ് നമുക്ക് നോക്കാം. അതായത് ഇപ്പോൾ mod of 2, mod of 0, mod of -8, mod of 2 minus root 6 and mod of 3 minus root 39. ഇങ്ങനെ വാല്യൂസ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ മോഡുലസ് ഇട്ട് നമുക്ക് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ വാല്യൂ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കണം. ഓക്കെ, ഇതിനകത്ത് ആദ്യം നോക്കാനുള്ളത് ഈ മോഡുലസ് ഉണ്ടല്ലോ, ആ മോഡുലസിനകത്തുള്ള വാല്യൂവിൻ്റെ സൈന് നമ്മൾ നോക്കണം. അപ്പോൾ ഈ ഒരു കേസിൽ mod of 2 എന്ന് പറയുന്നതിൻ്റെ കേസിൽ ഇതിനകത്തുള്ള നമ്പർ പോസിറ്റീവ് നമ്പറാണ് അല്ലേ. 2 എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് നമ്പറാണ്. സോ പോസിറ്റീവ് നമ്പർ ആയതുകൊണ്ട് തന്നെ മോഡുലസ് ഓഫ് 2 എന്ന് പറയുന്നത് 2 തന്നെയാണ്. ഓക്കെ, ഇനി 0 ഇവിടെ കിടക്കട്ടെ. ഇനി മോഡ് ഓഫ് -8 തന്നിട്ടുണ്ട്. മോഡ് ഓഫ് -8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -8 നെഗറ്റീവ് നമ്പറാണ്. സോ മോഡുലസിനകത്ത് ഒരു നെഗറ്റീവ് നമ്പർ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു മൈനസ് കൊണ്ട് നമ്മളതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് മൈനസ് ഓഫ് -8 ആൻസർ നമുക്ക് +8 എന്ന് കിട്ടും. ദെൻ അഗെയിൻ മോഡുലസ് ഓഫ് 0, അതായത് മോഡുലസിനകത്ത് 0 ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് നെയ്തർ പോസിറ്റീവ് നോർ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു നമ്പറാണ്. സോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ആൻസർ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ദെൻ മോഡ് ഓഫ് 2 minus root 6. അപ്പോൾ 2 minus root 6 എന്ന് പറയുന്ന നമ്പർ അതിൻ്റെ സൈന് നമ്മൾ ചെക്ക് ചെയ്യണം. 2 minus root 6 എന്ന് പറയുമ്പോൾ ഇപ്പോൾ √4 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ √6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-നേക്കാളും വലിയ നമ്പർ ആയിരിക്കും. അപ്പോൾ ഈ മോഡുലസിനകത്ത് 2 minus root 6 എന്ന് പറയുന്നത് നെഗറ്റീവ് നമ്പർ ആയിരിക്കും നമുക്ക് കിട്ടുക അല്ലേ. 2-നേക്കാളും വലിയ നമ്പറാണ് ഇവിടെ വരിക. സോ 2 മൈനസ് ലാർജർ നമ്പർ ചെയ്യുമ്പോൾ നമുക്കിതിനകത്ത് നെഗറ്റീവാണ് കിട്ടുക. അപ്പോൾ നമ്മൾ മോഡുലസ് ഓപ്പൺ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൈനസ് കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2 minus root 6, അതായത് √6 മൈനസ് 2 എന്ന് വാല്യൂ കിട്ടി. സിമിലർ കേസ് തന്നെ ഇവിടെ 3 minus root 39. 3 minus root 39 എന്ന് വന്നു കഴിഞ്ഞാൽ ഇതെന്താണ്? √39 എന്ന് പറഞ്ഞാൽ വാല്യൂ എത്രയായിരിക്കും? √36 തന്നെ വാല്യൂ 6 ആണ്. സോ 6-നേക്കാളും വലുതാണ്. ഇവിടെ 3 ആണ് ഉള്ളത് അല്ലേ. സോ അതിനർത്ഥം ഈ മോഡുലസിനകത്ത് നെഗറ്റീവ് നമ്പർ ആയിരിക്കും. നെഗറ്റീവ് നമ്പർ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 3 minus √39 എന്ന് വരും. സോ ദ ആൻസർ ഈസ് √39 മൈനസ് 3 എന്ന് കിട്ടും. √39 മൈനസ് 3 എന്ന് ഇവിടെ കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് നമ്പേഴ്സിൻ്റെ മോഡുലസ് കണ്ടുപിടിക്കുന്നത്. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമ്മൾ മോഡുലസിനകത്ത് നോക്കുക. മോഡുലസ് എന്ന് പറയുന്നത് അതിൻ്റെ വേറൊരു പേര് അബ്സല്യൂട്ട് വാല്യൂ ഫംഗ്ഷൻ എന്നുള്ളതാണ്. സോ മോഡുലസിൻ്റെ വാല്യൂ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. സോ മോഡുലസ് ഓഫ് 2 എന്ന് നമുക്ക് തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ നോക്കേണ്ടത്? മോഡുലസിനകത്തുള്ള വാല്യൂ 2 ആണ്. 2 പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ മോഡുലസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതേ വാല്യൂ തന്നെയായിരിക്കും അവിടെ വരുന്നത്.
ദെൻ മോഡുലസിനകത്തൊരു നെഗറ്റീവ് നമ്പർ വന്നു കഴിഞ്ഞാൽ നമ്മൾ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങനെ മൈനസ് ഇൻറ്റു മൈനസ് ചെയ്യുമ്പോൾ ആ നമ്പർ പോസിറ്റീവായിട്ട് മാറും. ഇനി മോഡുലസിനകത്ത് 0 വന്നു കഴിഞ്ഞാൽ 0 തന്നെയാണ് ആൻസർ. അപ്പോൾ നമ്മളിപ്പോൾ ഇതൊക്കെ പറഞ്ഞത് നമ്പേഴ്സിൻ്റെ കേസാണ്. ഇനി ഒരു നമ്പർ തരികയാണ്, മോഡുലസ് ഓഫ് √37 മൈനസ് √24. ഇങ്ങനെ ഒരു നമ്പർ തന്നിരിക്കട്ടെ. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെക്ക് ചെയ്യേണ്ടത്? നമ്മൾ ചെക്ക് ചെയ്യാനുള്ളത് ഒന്നെങ്കിൽ √37 മൈനസ് √24 ആയിരിക്കും, അല്ലെങ്കിൽ എന്താണ് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് √37 മൈനസ് √24 ആയിരിക്കും. അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് നോക്കാനായിട്ട് നമ്മൾ ചെക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ സൈനാണ്. ഇപ്പോൾ √37 എന്ന് പറഞ്ഞാൽ 6 പോയിൻറ്റ് സംതിങ് ഉണ്ടാവും. √24 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ <5 ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഈ നമ്പർ എന്ന് പറയുന്നത് പോസിറ്റീവാണ്. പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ മോഡുലസ് ഓപ്പൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ഇതേ നമ്പർ തന്നെ എടുത്തെഴുതും. √37 മൈനസ് √24 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √37 മൈനസ് √24 ആയിരിക്കും. സോ ഈ ഒരു ആൻസർ തെറ്റാണ്. ഇതാണ് ഇവിടുത്തെ കറക്റ്റായിട്ടുള്ള ആൻസർ. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ പഠിച്ചത് നമ്പേഴ്സിൻ്റെ കേസിലാണ്. ഇനി ഇത് തന്നെ ഇവിടെ വേരിയബിൾസിൻ്റെ കേസ് വന്നാൽ നമ്മൾ എന്താണ് ചെയ്യുകയെന്ന് നോക്കാം. അതായത് ഇപ്പോൾ f ഓഫ് x എന്ന് പറയുന്നത് മോഡ് ഓഫ് x എന്ന് തന്നു. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ ചെക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തിപ്പോൾ x ആണ്, വേരിയബിളിൻ്റെ കേസാണ് തന്നിരിക്കുന്നത്. സോ ഈ x എന്ന് പറയുന്നത് പോസിറ്റീവ് അല്ലെങ്കിൽ 0, എക്സ് പോസിറ്റീവോ 0യോ ആയിക്കഴിഞ്ഞാൽ ഈ മോഡുലസിനകത്തുള്ള വാല്യൂ എന്താണോ അത് തന്നെയാണ് നമുക്ക് കിട്ടുക. ദെൻ ഈ എക്സിൻ്റെ വാല്യൂ ഒരു നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ മോഡുലസ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഒരു മൈനസ് കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് എഴുതാമെന്ന് നോക്കാം. അതായത് ഒന്നാമത്തെ കേസ് എക്സ് പോസിറ്റീവ് അല്ലെങ്കിൽ 0 ആണെങ്കിൽ എന്ന് പറയുമ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് വരും. ഓക്കെ, ദെൻ എക്സ് നെഗറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ എക്സ് ലെസ് ദാൻ 0 എന്നാണ് വരുന്നത്. സോ അപ്പോൾ എക്സ് പോസിറ്റീവ് ആകുന്ന ടൈമിൽ മോഡുലസിനകത്ത് എന്താണോ ആ വാല്യൂ തന്നെയായിരിക്കും നമ്മുടെ ആൻസർ. സോ എക്സ് ആയിരിക്കും ഇവിടുത്തെ ആൻസർ. ഇനി എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആണെങ്കിൽ മോഡുലസിനകത്ത് നെഗറ്റീവാണ്. സോ മോഡുലസ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആ വാല്യൂ പോസിറ്റീവ് ആയിരിക്കണം. അബ്സല്യൂട്ട് വാല്യൂ ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ ആ വാല്യൂ പോസിറ്റീവ് ആയിരിക്കണം. സോ ആ ഒരു എക്സിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്തു? ഒരു മൈനസും കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് മോഡുലസ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. നമ്പേഴ്സിൻ്റെ കേസ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് വേരിയബിൾസിൻ്റെ കേസും. വേരിയബിൾസിൻ്റെ കേസ് വന്നാലും അവിടെ നമ്മൾ നോക്കാനുള്ളത് മോഡുലസിനകത്തുള്ള വാല്യൂ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ 0 ആണോ എന്നുള്ളതാണ്. പോസിറ്റീവും 0യും വന്നു കഴിഞ്ഞാൽ വാല്യൂ എന്താണോ അതുപോലെ തന്നെ എടുത്തെഴുതുക. നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ വാല്യൂവിൻ്റെ കൂടെ ഒരു മൈനസ് കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുകയാണ് ചെയ്യുന്നത്. സോ ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ഒരു ക്വസ്റ്റ്യൻ നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മോഡ് ഓഫ് എക്സ് മൈനസ് 8 ഇത് കൊടുത്തു. അപ്പോൾ മോഡ് ഓഫ് എക്സ് മൈനസ് 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ എങ്ങനെയാണ്? മോഡ് ഓഫ് എക്സ് മൈനസ് 8 എന്ന് പറഞ്ഞാൽ ഈ വാല്യൂ പോസിറ്റീവ് അല്ലെങ്കിൽ 0 ആണെങ്കിൽ ഇത് തന്നെയായിരിക്കും നമ്മുടെ വാല്യൂ. അല്ലെങ്കിൽ ഇത് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ മൈനസ് കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. സോ എക്സ് മൈനസ് 8 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വന്നു. അല്ലെങ്കിൽ എക്സ് മൈനസ് 8 ലെസ് ദാൻ 0 വന്നു. സോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വന്നു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ഇവിടുത്തെ വാല്യൂ. ലെസ് ദാൻ 0 വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും? ഒരു മൈനസ് കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. സോ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെ എഴുതാം? എക്സ് മൈനസ് 8 ഇസ് ഈക്വൽ ടു ഇവിടെ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 8 ആൻഡ് എക്സ് ലെസ് ദാൻ 8 വരുന്ന സമയത്ത് 8 മൈനസ് എക്സ് ആയിരിക്കും. ഓക്കെ,
ഇത് വേറൊന്നുമില്ല, ഇത് ഇവിടുന്ന് എടുത്ത് മാറ്റി എഴുതി എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ, ഇത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. വെരിഫൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ എക്സിന് 10 കൊടുക്കുകയാണ്. എക്സിന് 10 കൊടുക്കുമ്പോൾ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ മോഡ് ഓഫ് 10 - 8 എന്ന് വരും. അതായത് മോഡ് 2 എന്ന് വരും, ആൻസർ അവിടെ 2 എന്ന് വരും. സോ ഇപ്പുറത്തെ കേസിൽ എവിടെയാണ് എക്സ് 10 എന്ന് പറഞ്ഞാൽ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 8 വരുമ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 8 വരുന്ന സമയത്ത് എക്സ് -8 ആണ്. സോ നമുക്കിവിടെ എന്ത് വരും, 10 - 8 2 എന്ന് കിട്ടി. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഈക്വലാണ്. ദെൻ എഗെയിൻ എക്സിന് നമ്മളിപ്പോൾ ഒരു -9 എന്ന് കൊടുത്തെന്ന് വെച്ചോ. എക്സ് -9 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് മോഡ് ഓഫ് -9 - 8. മോഡ് ഓഫ് -9 - 8 എന്ന് പറഞ്ഞാൽ മോഡ് ഓഫ് 17 എന്ന് കിട്ടും. അപ്പോൾ ഇത് മോഡുലസിനകത്ത് നെഗറ്റീവ് നമ്പറാണ്. സോ അതുകൊണ്ട് നമ്മൾ നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യുക. സോ ആൻസർ നമുക്ക് 17 എന്ന് കിട്ടി. ഇനി റൈറ്റ് ഹാൻഡ് സൈഡ് നോക്കുക. റൈറ്റ് ഹാൻഡ് സൈഡിൽ എക്സ് <8 ആണ് എക്സ് -9 എന്ന് പറയുന്ന നമ്പർ വന്നു കഴിഞ്ഞാൽ എക്സ് <8 എന്താണോ വാല്യൂ അതാണ് നമ്മൾ നോക്കാനുള്ളത്. സോ അവിടെ ചെയ്യുമ്പോൾ നമുക്ക് 8 - x ആണ്. അതായത് 8 - x എന്ന് പറഞ്ഞാൽ -9 ആണ്. സോ 8 + 9 നമുക്ക് 17 എന്ന് കിട്ടി. അപ്പോൾ നമ്മളിത് വെരിഫൈ ചെയ്ത് നോക്കി. വെരിഫൈ ചെയ്ത് നോക്കി എന്ന് പറഞ്ഞാൽ ഒരു വേരിയബിളിൻ്റെ കേസാണ് മോഡുലസ് കണ്ടുപിടിക്കാനുള്ളത്. സോ ആദ്യം നമ്മളതിനെ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ എഴുതി കഴിഞ്ഞു. മോഡിൻ്റെ ഡെഫിനിഷൻ എഴുതി. ദെൻ നമ്മളൊരു വാല്യൂ ഇട്ടും കൂടെ ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ ഇത് കറക്റ്റാണ്. സോ ഇനിയിപ്പോൾ ഏത് വേരിയബിൾസ് വന്നു കഴിഞ്ഞാലും നമ്മൾ എഴുതേണ്ട എന്താണെന്നറിയാമോ, മോഡ് ഓഫ് വേരിയബിൾ. അതായത് സപ്പോസ് നമ്മൾക്കിപ്പോൾ ഒരു വേരിയബിളിനെ ഞാൻ ഇങ്ങനെ ഒരു ബോക്സ് ആയിട്ട് ഡിനോട്ട് ചെയ്തെന്ന് വെച്ചോ. വേരിയബിൾ ബോക്സ് ആണെന്നിരിക്കട്ടെ. അപ്പോൾ മോഡ് ഓഫ് ബോക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ബോക്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് അല്ലെങ്കിൽ 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വന്നു കഴിഞ്ഞാൽ ഈ മോഡ് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുക? ഇതേ വാല്യൂ തന്നെയായിരിക്കും ഇവിടെ വരിക. ഇനി ഈ ഒരു ബോക്സ് എന്ന് പറയുന്നത് <0 ആണെന്ന് ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എന്താണ്, ഈ ബോക്സിൻ്റെ കൂടെ ഒരു മൈനസും കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ മോഡുലസിനെ ഓപ്പൺ ചെയ്യുന്നത്. അതായത് മോഡുലസിനകത്ത് എന്ത് വാല്യൂ ആയാലും ആ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ മോഡുലസ് ഓപ്പൺ ചെയ്യുമ്പോൾ അതേ വാല്യൂ തന്നെ വരും. ദെൻ മോഡുലസിനകത്തുള്ള വാല്യൂ <0 ആണെങ്കിൽ മോഡുലസ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു മൈനസും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. ആ ബോക്സിൻ്റെ കൂടെ ഒരു മൈനസും കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുകയാണ് ചെയ്യുന്നത്. അടുത്ത ഒരു മോഡുലസ് തന്നിരിക്കുകയാണ്. അതായത് മോഡുലസ് ഓഫ് x² - 7x + 12. ഇനി എങ്ങനെയാണ് ഇത് ഓപ്പൺ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കണം. അതായത് ആദ്യം ഇതെങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക? ഈ മോഡുലസിനകത്തുള്ള വാല്യൂ x² - 7x + 12 എന്നുള്ള വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വരുന്ന സമയത്ത് ഇതേ വാല്യൂ തന്നെ ആയിരിക്കും. x² - 7x + 12 ആയിരിക്കും. ഇനി മോഡുലസിനകത്തുള്ള വാല്യൂ x² - 7x + 12 എന്ന് പറയുന്നത് <0 വരുന്ന സമയത്ത് -x² - 7x + 12 ആണ്. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? ഇത് നോക്കിക്കേ. x² - 7x + 12 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. x² - 7x + 12 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കണം. ഏതൊക്കെ വാല്യൂവിനാണ് നമുക്ക് ഈ ഒരു ഔട്ട്പുട്ട് കിട്ടുന്നത്, എക്സിൻ്റെ ഏതൊക്കെ വാല്യൂസിനാണ് നെഗറ്റീവ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇനി എന്താ ചെയ്യുക? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വേവി കർവ് മെത്തേഡായിരിക്കും. അതായത് x² - 7x
പ്ലസ് 12 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇതിനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമല്ലോ. ഫാക്ടറൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്? എക്സ് സ്ക്വയർ എക്സ് മൈനസ് 4 ഇൻറ്റു എക്സ് മൈനസ് 3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കിട്ടും അല്ലേ. അപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇനി ഓരോ ലീനിയർ ഫാക്ടേഴ്സിനെയും ഇക്വേറ്റ് ടു 0 ചെയ്യുക. അപ്പോൾ നമുക്ക് ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് കിട്ടും. അതായത് ഇവിടെ എക്സ് മൈനസ് 4 ഇസ് ഈക്വൽ ടു 0 ചെയ്യുമ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 4ഉം ഇവിടെ എക്സ് മൈനസ് 3 ഈക്വൽ ടു 0 ചെയ്യുമ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 3യും രണ്ട് ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇനി ഈ ഏരിയ നോക്കിക്കേ. ഈ ഏരിയയ്ക്കകത്ത് എന്താണ് ഇവിടുത്തെ സൈന് എന്നുള്ളത് നമുക്കറിയണം. അതായത് സൈൻ നോക്കുന്ന സമയത്ത് എബവ് 4 വന്നു അല്ലെങ്കിൽ വേണ്ട, ഇതിപ്പോൾ സ്റ്റാൻഡേർഡ് ഫോമിലാണ് ഉള്ളത്. സ്റ്റാൻഡേർഡ് ഫോമിലുള്ളത് കൊണ്ട് തന്നെ പ്ലസ് മൈനസ് പ്ലസ് എന്നായിരിക്കും. സോ അതായത് 4 ടു ഇൻഫിനിറ്റിയും മൈനസ് ഇൻഫിനിറ്റി ടു 3 വരെയും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ദെൻ 3 to 4 ഇൻ്റർവെല്ലിനിടയ്ക്ക് ഇത് മൈനസും ആയിരിക്കും, അതായത് നെഗറ്റീവും ആയിരിക്കും. സോ അപ്പോൾ നമുക്കിവിടെ എഴുതുമ്പോഴില്ലേ എക്സ് സ്ക്വയർ മൈനസ് 7x പ്ലസ് 12 എപ്പോഴാണ്? എക്സ് ബിലോങ്സ് ടു മൈനസ് ഇൻഫിനിറ്റി ടു 3 യൂണിയൻ 4 to ഇൻഫിനിറ്റി. ദെൻ ഇതിൻ്റെ വാല്യൂ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 7x പ്ലസ് 12 വെൻ എക്സ് ബിലോങ്സ് ടു ഓപ്പൺ ഇൻ്റർവെൽ 3,4. ഓക്കെ. സോ അപ്പോൾ ഈ ഒരു ഫങ്ഷൻ ഓപ്പൺ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതായത് മോഡുലസ് ഓപ്പൺ ചെയ്ത് നമ്മുടെ ഈ ഫംഗ്ഷൻ എങ്ങനെയാണോ എഴുതേണ്ടത് ഇങ്ങനെയാണ് എഴുതേണ്ടത്. എക്സ് സ്ക്വയർ മൈനസ് 7x പ്ലസ് 12 ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 7x പ്ലസ് 12 ആയിരിക്കും. മോഡുലസിനകത്ത് പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, മോഡുലസിനകത്ത് നെഗറ്റീവ് ആണെങ്കിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. സോൾവ് mod of x square minus 8x plus 12 is equal to minus into x square minus 8x plus 12 ആണ്. സോ ഇത് സോൾവ് ചെയ്തിട്ട് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സോ അപ്പം നമ്മൾ ആദ്യം നോക്കാനുള്ളത് ഈ മോഡ് എങ്ങനെയാണ് ഓപ്പൺ ആവുക. ഈ മോഡ് ഓപ്പൺ ആവുമ്പോൾ ഇതിനകത്ത് പോസിറ്റീവ് ആണെങ്കിൽ അതേ വാല്യൂ തന്നെയായിരിക്കും. ഇനി ഇതിനകത്തുള്ള വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു മൈനസും കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങനെയാണ് നമ്മൾ മോഡ് ഓപ്പൺ ചെയ്യാറുള്ളത് അല്ലേ. അപ്പോൾ ഈ ഒരു കേസിൽ മോഡുലസ് എന്ന് പറയുന്നത് ഇവിടെ നെഗറ്റീവ് ആണെന്ന് വന്നിട്ടുണ്ട്. നെഗറ്റീവ് ആണെന്ന് വന്നു കഴിഞ്ഞാൽ എന്താ അർത്ഥം? ഇതിനകത്ത് നെഗറ്റീവ് ആണ് എന്നുള്ളതാണ്. അതായത് ഇവിടെ നെഗറ്റീവ് കൊണ്ട് മോഡുലസിനകത്തുള്ള വാല്യൂവിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. സോ എക്സ് സ്ക്വയർ മൈനസ് 8x പ്ലസ് 12 ഇസ് ലെസ് ദാൻ 0 എന്നുള്ളതാണ് ഇതിൻ്റെ മീനിങ്. അപ്പോൾ ഇതിനെ എങ്ങനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം? ഇതിനെ ഫാക്ടറൈസ് ചെയ്യാൻ എക്സ് മൈനസ് 6 ഇൻറ്റു എക്സ് മൈനസ് 2 ലെസ് ദാൻ 0 ആണ്. അപ്പോൾ ഇത് ഇനി വേവി കർവ് മെത്തേഡ് വെച്ച് നമ്മൾ സോൾവ് ചെയ്യും അല്ലേ. വേവി കർവ് മെത്തേഡ് വെച്ച് സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡ് 0 ആണ്. അതേപോലെ തന്നെ ഇത് സ്റ്റാൻഡേർഡ് ഫോമിലാണ് കിടക്കുന്നത്. ഇനി ആദ്യം ലീനിയർ ഫാക്ടേഴ്സ് ഈക്വൽ ടു 0 ചെയ്ത് നമുക്ക് ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് 6ഉം 2ഉം കിട്ടും. 6ഉം 2ഉം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്പർ ലൈനിൽ പ്ലോട്ട് ചെയ്യുക. അതായത് 2ഉം 6ഉം. ഇനി ഇവിടെ നമുക്ക് 3 റീജിയൻസ് ആണ് തന്നിരിക്കുന്നത്. ഇതൊരു റീജിയൻ, ഇതൊരു റീജിയൻ, ഇതൊരു റീജിയൻ. ഈ ഓരോ റീജിയൻസിലും ഇതിൻ്റെ സൈൻ എന്താണ് ഉള്ളത് നമ്മൾ നോക്കുക. അതായത് എബവ് 6, അതായത് ഒരു 7 വന്നെന്ന് വെച്ചോ. അപ്പോൾ 7 മൈനസ് 6 പോസിറ്റീവ്, 7 മൈനസ് 2 പോസിറ്റീവ്. സോ പോസിറ്റീവ് ഇൻറ്റു പോസിറ്റീവ് നമുക്കിവിടെ പോസിറ്റീവാണ് കിട്ടുന്നത്. ദെൻ 2 to 6 ഒരു വാല്യൂ എടുക്കുക. ഇപ്പോൾ ഞാൻ 4 എടുത്തു എന്ന് വെച്ചോ. അപ്പോൾ 4 മൈനസ് 6 നെഗറ്റീവാണ്, 4 മൈനസ് 2 പോസിറ്റീവാണ്. സോ നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് നെഗറ്റീവാണ്. സോ ഇവിടെ മൊത്തത്തിൽ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. ഇനി ലെസ് ദാൻ 2 എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ 0 എടുത്തെന്ന് വെച്ചോ. 0 എടുത്തു കഴിഞ്ഞാൽ 0 മൈനസ് 6 ഇൻറ്റു 0 മൈനസ് 2, അതായത് മൈനസ് 6 ഇൻറ്റു മൈനസ് 2 ചെയ്യുമ്പോൾ ഇവിടെ പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് മോഡുലസിൻ്റെ വാല്യൂ നെഗറ്റീവ് കിട്ടുന്നതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതിനനുസരിച്ചാണ് നമ്മളിവിടെ ഇനീക്വാലിറ്റി എഴുതിയത് അല്ലേ. അപ്പോൾ എവിടെയാണ് നെഗറ്റീവ് വരുന്നത്?
ഈ റീജിയനിലാണ് നെഗറ്റീവ് വരുന്നത്. അതേപോലെ തന്നെ ഇവിടെ ലെസ് ദാൻ മാത്രമേ ഉള്ളൂ. സോ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് ഇൻക്ലൂഡഡ് അല്ല. സോ ക്രിട്ടിക്കൽ പോയിൻറ്റ്സിൽ നമ്മൾ ഹോളോ സർക്കിൾ മാർക്ക് ചെയ്യും. അപ്പോൾ ഇവിടെ എന്താ വരുന്നത്? എക്സ് ബിലോങ്സ് ടു ഓപ്പൺ ഇൻ്റർവെൽ 2,6 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, മോഡുലസ് ഓഫ് ഒരു ക്വാഡ്രാറ്റിക് തന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്നുള്ളത് ഇപ്പോൾ മനസ്സിലായല്ലോ. ഓക്കെ, ഇനി മോഡുലസ് ഓഫ് എക്സ് മൈനസ് 8 ഇസ് ഈക്വൽ ടു 8 മൈനസ് എക്സ് എന്ന് തന്നിട്ടുണ്ട്. ദെൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. ഇതാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മോഡുലസ് ഓഫ് എക്സ് മൈനസ് 8 എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നതെന്ന് നമുക്കറിയാം. മോഡുലസ് ഓഫ് എക്സ് മൈനസ് 8 എന്ന് പറയുന്നത് ഓപ്പൺ ചെയ്യുന്നത് എക്സ് മൈനസ് 8 ആയിരിക്കും വെൻ എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 8 ആൻഡ് ദിസ് ഇസ് മൈനസ് എക്സ് മൈനസ് 8 ആയിരിക്കും വെൻ എക്സ് ഇസ് ലെസ് ദാൻ 8. സോ ഇതെന്ന് പറയുന്നത് 8 മൈനസ് എക്സ് ആണ്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മോഡുലസ് ഓഫ് എക്സ് മൈനസ് 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 മൈനസ് എക്സ് വരുമ്പോൾ എക്സിൻ്റെ വാല്യൂ എന്താണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ 8 മൈനസ് എക്സ് വരുന്നത് ഈ ഒരു വാല്യൂ നെഗറ്റീവ് ആകുമ്പോഴാണ്. അതായത് എക്സ് മൈനസ് 8 എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 0, എക്സ് ഇസ് ലെസ് ദാൻ 8. അതായത് എക്സ് ബിലോങ്സ് ടു മൈനസ് ഇൻഫിനിറ്റി ടു 8 വരുമ്പോഴാണ് നമുക്ക് ഇവിടെ മോഡുലസ് ഓഫ് എക്സ് മൈനസ് 8 എന്ന് പറയുന്നത് 8 മൈനസ് എക്സ് വരുന്നത്. ദെൻ ഒരു ക്വസ്റ്റ്യൻ, മോഡുലസ് ഓഫ് എക്സ് ബൈ എക്സ്, ഇതിൻ്റെ വാല്യൂ പറയണം. ആദ്യത്തെ കേസ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എന്താണ് ഇതിൻ്റെ വാല്യൂ? രണ്ടാമത്തെ കേസ് എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ ഇതിൻ്റെ വാല്യൂ എന്താണ്? ഓക്കെ, രണ്ടും വാല്യൂ പറയണം. അതായത് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമ്മുടെ മോഡുലസ് ഇതേപോലെ മോഡുലസ് ഓപ്പൺ ചെയ്ത് നമുക്ക് എന്ത് വരും? എക്സ് എന്ന് വരും. താഴെ എക്സ് ഉണ്ട്, അങ്ങനെ നമുക്കിവിടെ വാല്യൂ 1 എന്ന് കിട്ടി. ഇനി എക്സ് ലെസ് ദാൻ 0 ആണ്. എക്സ് ലെസ് ദാൻ 0 ആയാൽ മോഡുലസിനകത്ത് നെഗറ്റീവാണ്. സോ മോഡുലസ് ഓപ്പൺ ചെയ്യുന്നത് മൈനസ് ഓഫ് എക്സ് ഇട്ടിട്ടാണ്. ദെൻ ബൈ എക്സ് ആണ്. ആൻസർ -1 എന്ന് തോന്നുന്നു. ഓക്കെ, മോഡുലസ് ഓഫ് എക്സ് ബൈ എക്സ് ആണ്. മോഡുലസ് ഓഫ് എക്സ് ബൈ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ മോഡുലസിനകത്ത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കാം. പോസിറ്റീവ് ആണെങ്കിൽ അതുപോലെ തന്നെ എഴുതുക, അതായത് എക്സ് ബൈ എക്സ് എന്ന് എഴുതി. ഇനി മോഡുലസിനകത്ത് നെഗറ്റീവ് ആണെങ്കിൽ ആ വാല്യൂവിനെ നമ്മളൊരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ മൈനസ് എക്സ് എന്ന് കിട്ടി. ഡിനോമിനേറ്ററിൽ എക്സ് ആണുള്ളത്. സോ മൈനസ് എക്സ് ബൈ എക്സ് ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂവിൻ്റെ ആൻസർ ഇവിടെ -1 എന്ന് കിട്ടി. ഇനി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, അതായത് മോഡുലസ് ഓഫ് x plus 3 is equal to -5. ഫൈൻഡ് എക്സ് ഇങ്ങനെ ചോദിച്ചു. ഫൈൻഡ് എക്സ്. അപ്പോൾ എന്താണ്? മോഡുലസ് ഓഫ് എക്സ് പ്ലസ് 3 ഈസ് ഈക്വൽ ടു -5. ഫൈൻഡ് എക്സ് എന്ന് ചോദിക്കുകയാണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾ എക്സിൻ്റെ വാല്യൂ എന്താണ് എടുക്കുക? അപ്പോൾ എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് അറിയോ? മോഡുലസ് എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് ഔട്ട്പുട്ടായിട്ട് പോസിറ്റീവ് വാല്യൂസ് മാത്രമേ തരത്തുള്ളൂ. ഓക്കെ, സോ ഈ ഒരു കേസ് വന്നപ്പോൾ നമുക്ക് പോസിറ്റീവ് വാല്യൂ ആണോ ഇവിടെ? അല്ല, അല്ലേ? -5 ആണ് തന്നിരിക്കുന്നത്. സോ ഒരിക്കലും മോഡുലസ് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് വാല്യൂ ഔട്ട്പുട്ടായിട്ട് തരത്തില്ല. സോ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് ഇവിടെ എന്തായാലും വരില്ല. സോ ദ ആൻസർ ഈസ് നോ സൊല്യൂഷൻ. ഓക്കെ, ഇനിയിപ്പോൾ മോഡുലസ് ഓഫ് എക്സ് പ്ലസ് 3 5 ആണ് തന്നേന്നിരിക്കട്ടെ. അപ്പോൾ ഇതിനകത്തിപ്പോൾ 5 വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് 5 ആയിരിക്കും. ഇനി എക്സ് പ്ലസ് 3 എന്നുള്ളത് -5 ആണ് വന്നതെന്നിരിക്കട്ടെ. സോ മോഡുലസിനകത്ത് നെഗറ്റീവാണ്. അപ്പോൾ നമ്മൾ മോഡുലസ് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങനെ നമുക്ക് ഔട്ട്പുട്ട് 5 എന്ന് കിട്ടും. അപ്പോൾ എക്സ് പ്ലസ് 3 എന്ന് പറയുന്നതിന് ഇവിടെ
+5 വരാം, അതേപോലെ -5 വരാം. ഞാൻ പറഞ്ഞത് ഈ മോഡുലസിനകത്തുള്ള വാല്യൂവിനെ കുറിച്ചാണ്. അകത്തിപ്പോൾ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും വന്നു കഴിഞ്ഞാലും പുറത്തുള്ള ഔട്ട്പുട്ട് പോസിറ്റീവ് ആയിരിക്കും. സോ x+3 +5 വരാം, അതേപോലെ തന്നെ -5 വരാം. സോ എക്സിൻ്റെ വാല്യൂ അപ്പോൾ 5 - 3 2 എന്നും കിട്ടും, -5 - 3 -8 എന്നും കിട്ടും. അങ്ങനെ എക്സിന് 2 വാല്യൂസ് കിട്ടും. ഓക്കെ, ദെൻ ഈ മോഡുലസിൻ്റെ വാല്യൂ ഉണ്ടല്ലോ, മോഡുലസിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നോൺ നെഗറ്റീവ് ആയിരിക്കും. നോൺ നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അതിന് 0 ആവാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, അതിന് പോസിറ്റീവ് വാല്യൂ ആവാം. ഓക്കെ, ഇനി പറയാനുള്ളത് മോഡുലസ് ഓഫ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ ഉണ്ട്. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡ് എക്സ് ആണ്. നമ്മൾ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് ഒരിക്കലും എഴുതരുത്. എന്താണെന്നറിയാമോ? അതായത് ഇപ്പം ഞാൻ റൂട്ട് ഓഫ് 2 സ്ക്വയർ എന്ന് എടുത്തത് ഇപ്പം 2 എന്ന് എഴുതി, അത് കറക്റ്റായി. ഇനി റൂട്ട് ഓഫ് -2 സ്ക്വയർ എടുത്തു, അപ്പോൾ എന്താണ് ഇവിടെ -2 എന്നാണ് വരിക. ഇത് ശരിയാണോ? അല്ല. എന്തുകൊണ്ട്? റൂട്ടിൻ്റെ വാല്യൂ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. സോ ഇത് ഇവിടെ തെറ്റാണ്. അപ്പോൾ നമ്മൾ എഴുതാനുള്ളത് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് മോഡ് എക്സ് ആയിരിക്കും. അപ്പോൾ റൂട്ട് ഓഫ് -2 സ്ക്വയർ എന്നുള്ളത് -2ൻ്റെ മോഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ 2 എന്ന് കിട്ടും. ഓക്കെ, അതേപോലെ തന്നെ ഒരെണ്ണം കൂടെ പറയാനുണ്ടായിരുന്നു. എക്സ് സ്ക്വയർ മോഡ് എക്സ് സ്ക്വയർ മോഡ് ഓഫ് എക്സ് സ്ക്വയർ, ഇത് മൂന്നും ഈക്വലാണ്. അതിനകത്ത് ഇത് രണ്ടിൻ്റെയും കേസ് ഇവിടെ തന്നെ ഇപ്പോൾ പറയാനായിട്ട് പറ്റും. അതായത് ഇപ്പോൾ മോഡ് ഓഫ് എ ബി എന്നുള്ളത് നമുക്ക് മോഡ് എ ഇൻറ്റു മോഡ് ബി എന്ന് എഴുതാം. അപ്പോൾ മോഡ് ഓഫ് എക്സ് സ്ക്വയർ, അതായത് മോഡ് ഓഫ് എക്സ് ഇൻറ്റു എക്സ് എന്നാണ്. സോ മോഡ് എക്സ് ഇൻറ്റു മോഡ് എക്സ് എന്ന് എഴുതാം, അതായത് മോഡ് എക്സ് സ്ക്വയർ. ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം. ഇനി മോഡ് എക്സ് സ്ക്വയർ എന്ന് എഴുതുന്നതും എക്സ് സ്ക്വയർ എഴുതുന്നതും ഈക്വലാണ്. അതായത് -2 സ്ക്വയർ എഴുതി, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 4 കിട്ടി. അതേപോലെ തന്നെയാണ് മോഡ് ഓഫ് -2 സ്ക്വയർ എഴുതുന്നത്. എത്ര വരും? 4 വരും. ദെൻ ഇത് തന്നെയാണ് -2 സ്ക്വയറിൻ്റെ മോഡ്. എത്ര വരും? 4 വരും. ഓക്കെ, ഇനി ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അതായത് റൂട്ട് ഓഫ് 10 മൈനസ് റൂട്ട് 21. അപ്പോൾ നമുക്ക് ഈ റൂട്ട് 21നെ എങ്ങനെ എഴുതാം? റൂട്ട് 7 ഇൻറ്റു റൂട്ട് 3 എന്ന് എഴുതാം. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും സ്ക്വയർ എടുക്കുക. അതായത് റൂട്ട് 7 സ്ക്വയറും റൂട്ട് 3 സ്ക്വയറും ചെയ്യുമ്പോൾ 7 + 3 ഇവിടെ 10 കിട്ടും. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് 7 സ്ക്വയർ പ്ലസ് റൂട്ട് 3 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു റൂട്ട് 7 ഇൻറ്റു റൂട്ട് 3 എന്ന് എഴുതി. അപ്പോൾ ഇത് ഏത് ഫോമിലാണ് കിടക്കുന്നത്? a മൈനസ് ബി സ്ക്വയർ എന്ന പറയുന്ന a-b² എന്ന് പറയുന്ന ഫോമിലാണ് കിടക്കുന്നത്. സോ ഇതിനെ നമുക്ക് വേണമെങ്കിൽ റൂട്ട് 7 മൈനസ് റൂട്ട് 3 സ്ക്വയർ എന്നും എഴുതാം, അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? റൂട്ട് 3 മൈനസ് റൂട്ട് 7 സ്ക്വയർ എന്നും എഴുതാം. രണ്ട് രീതിയിൽ എഴുതിയാലും ഇത് കറക്റ്റാണ്. ബിക്കോസ് a-b² is equal to b-a² ആണ്. സോ നമ്മളിങ്ങനെ എഴുതി കഴിഞ്ഞിട്ട് ഇനി എന്താ, ഇതിന് പുറത്ത് ഒരു റൂട്ടും കൂടെ ഉണ്ട്. ഇതിവിടെ എഴുതുമ്പോൾ
നമുക്കിവിടെ എന്താ കിട്ടുക? ആൻസർ √7 മൈനസ് √3 എന്ന് കിട്ടും. ഇനിയിപ്പോൾ ഇവിടെ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ഇപ്പോൾ √(x² എന്ന് പറയുന്നത് നമ്മൾ x ആണ് എഴുതുന്നതെന്ന് ഇരിക്കട്ടെ. അപ്പോൾ നമുക്കിവിടെ വാല്യൂ √3 മൈനസ് √7 എന്നാണ് കിട്ടുക. പക്ഷേ ഈ √3 മൈനസ് √7 എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. സോ ദിസ് ആൻസർ ഈസ് റോങ് ബിക്കോസ് റൂട്ടിനകത്ത് ഒരു വാല്യൂ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. സോ നമ്മൾ ഇങ്ങനെ എഴുതുന്നതിന് പകരം നമ്മൾ എന്താ എഴുതേണ്ടതെന്ന് അറിയോ? ഇപ്പോൾ ഇവിടെ കണ്ടുപിടിക്കാനായിട്ട് പറയുന്നത് √7 മൈനസ് √3² ആണ്. അപ്പോൾ നമ്മളിവിടെ എഴുതുമ്പോൾ മോഡ് √7 മൈനസ് √3 എന്നാണ് എഴുതുക. മോഡ് √7 മൈനസ് √3 എന്നുള്ളതാണ് ഇവിടെ എഴുതുന്നത്. അപ്പോൾ √7 മൈനസ് √3 എന്ന് പറഞ്ഞാൽ ഇതൊരു പോസിറ്റീവാണ്. സോ മോഡ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് √7 മൈനസ് √3 എന്ന് തന്നെ കിട്ടും. ഇനി ഈ ഒരു കേസ് എഴുതാനായിട്ട് പറയുമ്പോൾ നമുക്ക് മോഡ് ഓഫ് √3 മൈനസ് √7 എന്നായിരിക്കും. √3 മൈനസ് √7 എന്ന് പറഞ്ഞാൽ ഇത് നെഗറ്റീവ് വാല്യൂ ആണ്. സോ മോഡ് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു നെഗറ്റീവ് കൊണ്ട് ഇത് മൾട്ടിപ്ലൈ ചെയ്യും. സോ മൈനസ് ഇൻറ്റു √3 മൈനസ് √7 എന്ന് വരും. സോ ദ ആൻസർ ഈസ് √7 മൈനസ് √3 എന്ന് തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഓർത്ത് വയ്ക്കാനുള്ള ഇവിടെ ഇപ്പോൾ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ √(x² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡ് എക്സ് ആണ്. ദെൻ മോഡ് (x² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x² എന്ന് പറഞ്ഞു കഴിഞ്ഞാലും മോഡ് ഓഫ് (x² എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈക്വൽ ആണ്. ഓക്കെ, ഇവിടുത്തെ ഈ കേസിലുണ്ടല്ലോ മോഡുലസിനകത്ത് (x² ആണ്. (x² എന്ന് പറയുന്നത് പോസിറ്റീവാണ്. സോ അതുപോലെ തന്നെ നമ്മൾ എടുത്തെഴുതും. അങ്ങനെ നമുക്ക് എഴുതാം. അതായത് മോഡുലസ് ഓഫ് (x² എന്ന് പറഞ്ഞാൽ മോഡ് ഓഫ് x ഇൻറ്റു എക്സ് ആണ് നമുക്കിവിടെ ഉള്ളത്. ഇനി ഇതിനെ നമുക്ക് സെപ്പറേറ്റ് മോഡായിട്ട് എഴുതാൻ പറ്റും. അതായത് മോഡ് (x ഇൻറ്റു മോഡ് എക്സ്), അതാണ് നമ്മളിവിടെ മോഡ് (x² എന്ന് എഴുതുന്നത്. ഇനി ഇവിടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവാണ്. പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ മോഡ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് (x² എന്നും എഴുതാം. മോഡുലസ് ഓഫ് AB എന്നുള്ളത് എങ്ങനെ എഴുതാമെന്നാണ് പറഞ്ഞ്? മോഡുലസ് ഓഫ് A ഇൻറ്റു മോഡുലസ് ഓഫ് B എന്നാണ്. അതായത് ഇതിപ്പോൾ നമ്പേഴ്സിൽ നമുക്ക് നോക്കാം. അതായത് 4 ഇൻറ്റു -5 ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് 4 ഇൻറ്റു മോഡുലസ് ഓഫ് -5 ആണോ എന്നുള്ളത് നമ്മൾ നോക്കുക. അതായത് 4 ഇൻറ്റു 5 -20 എന്നാണ് നമുക്ക് കിട്ടുന്നത്. സോ മോഡുലസ് ഓഫ് -20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 ആയിരിക്കും ആൻസർ. ബിക്കോസ് ഇത് നെഗറ്റീവാണ്. സോ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ 20 എന്ന് എഴുതി. ഇവിടുത്തെ കേസിൽ മോഡുലസ് ഓഫ് 4 എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു മോഡുലസ് ഓഫ് -5 5 ആണ്. സോ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡും ലെഫ്റ്റ് ഹാൻഡ് സൈഡും 20 എന്നുള്ളത് കിട്ടിക്കഴിഞ്ഞു. ഇതിപ്പോൾ നമ്പേഴ്സിൻ്റെ കേസിലാണ്. ഇനിയിപ്പോൾ ഇതിവിടെ വേരിയബിൾസിൻ്റെ കേസ് വന്നു എന്നിരിക്കട്ടെ. വേരിയബിൾസിൻ്റെ കേസ് വന്നു കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് എക്സ് ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് 4 ഇങ്ങനെ വന്നു കഴിഞ്ഞാലും നമുക്ക് ഈ മോഡുലസിനെ രണ്ടായിട്ട് എഴുതാനായിട്ട് പറ്റും. അതായത് മോഡുലസ് ഓഫ് എക്സ് ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് മൈനസ് 4 എന്ന് എഴുതാം. ഇനി മോഡുലസ് ഓഫ് എക്സ് മൈനസ് 8 എന്നുള്ളതും മോഡുലസ് ഓഫ് 8 മൈനസ് എക്സ് എന്നുള്ളതും രണ്ടും ഈക്വലാണ്. എങ്ങനെയാണ് ഇത് രണ്ടും ഈക്വലാണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്? അതായത് ഈ 8 മൈനസ് എക്സിനെ ഉണ്ടല്ലോ, ഇവിടുന്ന് ഒരു മൈനസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ മൈനസ് ഇൻറ്റു എക്സ് മൈനസ് 8 എന്ന് നമുക്ക് എഴുതാം. ഇനി എന്ത് ചെയ്യണം? ഇവിടെ -1 ആണ്, എക്സ് മൈനസ് 8 ആണ്. നമുക്ക് മോഡുലസ് ഓഫ് -1 ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് മൈനസ് 8 എന്ന് എഴുതാം. മോഡുലസ് ഓഫ് -1 ഇസ് 1. സോ ഇവിടെ മോഡുലസ് ഓഫ് എക്സ് മൈനസ് 8 എന്ന് കിട്ടും. അതായത് മോഡുലസ് ഓഫ് എക്സ് മൈനസ് 8ഉം മോഡുലസ് ഓഫ് 8 മൈനസ് എക്സ് എന്ന് പറയുന്നത് ഈക്വലാണ്. സിമിലർ കേസ് തന്നെയാണ് മോഡുലസ് ഓഫ് -x എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് എക്സിന് ഈക്വലാണ്. അതായത് മോഡുലസ് ഓഫ് -xനെ നമുക്ക് മോഡുലസ് ഓഫ് -1 ഇൻറ്റു എക്സ് എന്ന് എഴുതി. ഇനി ഇതിനെ മോഡ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. സോ മോഡ് എക്സ് ഇൻറ്റു മോഡ് ഓഫ് -1 എന്ന് എഴുതും. സോ മോഡ് ഓഫ് -1 ഇസ് 1. സോ മോഡ് എക്സ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ മോഡ് ഓഫ് -x ഇസ് ഈക്വൽ ടു മോഡ് എക്സ് എന്നുള്ളത് കിട്ടിക്കഴിഞ്ഞു.
ഇവിടെ ഇപ്പം മൾട്ടിപ്ലിക്കേഷൻ്റെ കേസ് പറഞ്ഞില്ലേ, മൾട്ടിപ്ലിക്കേഷൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെയാണ് ഡിവിഷൻ്റെ കേസ്. അതായത് മോഡ് ഓഫ് എ ബൈ ബി എന്നുള്ളത് നമുക്ക് മോഡ് ഓഫ് എ ബൈ മോഡ് ഓഫ് ബി എന്ന് എഴുതാനായിട്ട് പറ്റും. അതായത് മോഡ് ഓഫ് എക്സ് ബൈ എക്സ് മൈനസ് എക്സ് എന്നുള്ളത് നമുക്ക് മോഡ് ഓഫ് എക്സ് ബൈ മോഡ് ഓഫ് എക്സ് മൈനസ് സിക്സ് എന്ന് എഴുതാം. നമ്പേഴ്സിൻ്റെ കേസും അത് അങ്ങനെ തന്നെയാണ്. അതായത് 4/-18 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ മോഡ് ഓഫ് 4/-18 എന്ന് പറഞ്ഞാൽ ഇത് നെഗറ്റീവ് വാല്യൂ ആണ്. സോ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ 4/18 ആയിരിക്കും ആൻസർ കിട്ടുക. ഇനി ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാമെന്ന് പറഞ്ഞാൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെപ്പറേറ്റ് മോഡ് കൊടുക്കുക. മോഡ് 4/മോഡ് -18. സോ മോഡ് ഓഫ് 4 4ഉം മോഡ് ഓഫ് -18 18 എന്നും വരും. സോ രണ്ടിടത്തും ആൻസർ ഒരുപോലെ വന്നല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിലും ഡിവിഷൻ്റെ കേസിലും നമ്മൾ മോഡ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. സിമിലർ കേസ് തന്നെ ഇപ്പോൾ മോഡ് ഓഫ് എക്സ് പവർ എൻ എന്ന് വന്നെന്ന് വെച്ചു. മോഡ് ഓഫ് എക്സ് പവർ എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്സ് n ടൈംസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയിരിക്കുകയാണ്. n ടൈംസ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യാം, ഇതിനെ നമുക്ക് മോഡ് സ്പ്ലിറ്റ് ചെയ്യാം. അതായത് മോഡ് എക്സ് ഇൻറ്റു മോഡ് എക്സ് n ടൈംസ് വരും. അപ്പോൾ മോഡ് എക്സ് പവർ n എന്നാണ് ഇവിടെ വരുന്നത്. ഇത് നമ്മളിതിന് മുന്നേ പഠിച്ചു. അതായത് മോഡ് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് മോഡ് ഓഫ് എക്സ് സ്ക്വയർ ഇങ്ങനെ നമുക്ക് എഴുതാനായിട്ട് പറ്റും. അതേപോലെ തന്നെ മോഡ് ഓഫ് എക്സ് പവർ n എന്ന് പറഞ്ഞാൽ മോഡ് എക്സ് പവർ n എന്നും എഴുതാം. ദെൻ നമ്മളിപ്പം അഡീഷനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒക്കെ നോക്കി. എന്നാൽ ഇപ്പോൾ മോഡ് ഓഫ് എ പ്ലസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മോഡ് എ പ്ലസ് മോഡ് ബി എന്നുള്ളത് എപ്പോഴും നമുക്ക് എഴുതാനായിട്ട് പറ്റില്ല. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ്റെയും ഡിവിഷൻ്റെയും കേസിൽ ഇങ്ങനെ മോഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നമ്മൾ എഴുതുന്നുണ്ട്. എന്നാൽ അഡീഷൻ്റെ കേസ് വരുമ്പോൾ അങ്ങനെയല്ല. അത് നമ്മളിനി വേറെ വരുന്ന ക്ലാസ്സിൽ അത് നമ്മൾ ഡിസ്കസ് ചെയ്യും, എങ്ങനെയാണ് അവിടെ ഇത് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് മോഡുലസ് ഇക്വേഷൻസ് നോക്കാം. മോഡുലസ് ഇക്വേഷൻസ് അതായത് ഇപ്പോൾ മോഡ് എക്സ് എന്ന് പറയുന്നതിൻ്റെ വാല്യൂ 5 ആണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? ±5 ആയിരിക്കും. എക്സ് 5 വന്നാലും എക്സ് -5 വന്നാലും അതിൻ്റെ മോഡുലസ് വാല്യൂ 5 ആയിരിക്കും. ദെൻ മോഡുലസ് ഓഫ് എക്സ് പ്ലസ് 2 = 6 എന്ന് വന്നു. സോ മോഡുലസ് ഓഫ് എക്സ് പ്ലസ് 2 = 6 എന്ന് പറഞ്ഞാൽ ഈ മോഡുലസിനകത്തുള്ള വാല്യൂ +6ഉം ആകാം -6ഉം ആകാം അല്ലേ. സോ എക്സ് പ്ലസ് 2 ഇസ് ±6 ആണ്. സോ എക്സിൻ്റെ വാല്യൂ അപ്പോൾ നമുക്ക് 6 - 2 എന്ന് വരും, -6 - 2 എന്ന് വരും. അതായത് 4ഉം വരും ഇവിടെ, -8ഉം വരും എക്സിൻ്റെ രണ്ട് വാല്യൂസും. നമുക്ക് വേണമെങ്കിൽ ഇത് ഇതിനകത്തോട്ട് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് 4 കൊടുത്തു കഴിഞ്ഞാൽ 4 + 2 ഇവിടെ 6 വരും. -8 കൊടുത്താൽ -8 + 2 -6 ആണ്. മോഡുലസ് ഓഫ് -6 6 കിട്ടും. ദെൻ ഒരു മോഡുലസ് ഓഫ് x - 8 = -9 ഇങ്ങനെ വന്നു. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ മോഡുലസിനകത്തുള്ള വാല്യൂ, മോഡുലസിൽ എന്ത് വാല്യൂ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഔട്ട്പുട്ട് പോസിറ്റീവായിട്ടാണ് കിട്ടുക. അപ്പോൾ ഇവിടെ മോഡുലസ് ഓഫ് x - 8 എന്ന് കൊടുത്തപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് -9 വന്നു. അത് ഒരിക്കലും പോസിബിൾ അല്ല. സോ അതുകൊണ്ട് തന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ നോ സൊല്യൂഷൻ ആയിരിക്കും. ഓക്കെ, നോ സൊല്യൂഷൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ മോഡുലസ് ഓഫ് എക്സ് = ആൽഫ ഇങ്ങനെ തരികയാണ്. മോഡുലസ് ഓഫ് എക്സ് = ആൽഫ എന്ന് തന്നു. ആൻഡ് ദിസ് ആൽഫ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഈ ആൽഫ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ, മോഡുലസ് ഓഫ് എക്സ് = ആൽഫ ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ± ആൽഫ എന്ന് കിട്ടും. ദെൻ സിമിലർ കേസ് മോഡുലസ് ഓഫ് എക്സ് = ആൽഫയാണ്, പക്ഷേ ഈ ആൽഫ ഇസ് ലെസ് ദാൻ 0 ആണെങ്കിൽ അവിടെ നമുക്ക് നോ സൊല്യൂഷൻ ആയിരിക്കും. ഇനി മോഡുലസ് ഓഫ് എക്സ് = മോഡുലസ് ഓഫ് ആൽഫ എന്ന് തന്നു. ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ
ഇതും പോസിറ്റീവാണ്, അതായത് ഇതും പോസിറ്റീവ്, ഇത് മൊത്തത്തിൽ പോസിറ്റീവാണ്, ഇതും മൊത്തത്തിൽ പോസിറ്റീവാണ്. സോ നമുക്ക് എന്ത് എഴുതാം, എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് മൈനസ് ആൽഫ എന്ന് പറഞ്ഞ് എഴുതി നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ് മോഡ് ഓഫ് എക്സ് മൈനസ് 5 is equal to 7. ഫൈൻഡ് എക്സ്. അപ്പോൾ ഇത് എന്താണ്, മോഡ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ആൽഫ എന്ന് പറയുന്ന ഫോമാറ്റിലാണ്. ഈ ആൽഫ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്, അതായത് ഇവിടെ 7 ആണ്. സോ എക്സ് മൈനസ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ടു പ്ലസ് മൈനസ് 7 ആണ്. സോ എക്സ് ഇസ് ഈക്വൽ ടു നമുക്കിവിടെ നിന്ന് 12 എന്നും -2 എന്നും കിട്ടും. ദെൻ അടുത്തത് മോഡ് ഓഫ് എക്സ് മൈനസ് 9 പ്ലസ് 8 ഈസ് ഈക്വൽ ടു 4. ഇങ്ങനെ വന്നു. ഇനി എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഇങ്ങനെ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ മോഡ് ഓഫ് എക്സ് മൈനസ് 9, അപ്പോൾ ഇവിടുന്ന് 4 മൈനസ് 8 എന്നുള്ളത് -4 എന്ന് കിട്ടി. അപ്പോൾ മോഡുലസിൻ്റെ വാല്യൂ ഇവിടെ നെഗറ്റീവാണ് വന്നിരിക്കുന്നത്. സോ ഇവിടെ നോ സൊല്യൂഷനാണ്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മോഡ് ഓഫ് എക്സ് പ്ലസ് 4 ഇസ് ഈക്വൽ ടു 4x പ്ലസ് 6. ഫൈൻഡ് വാല്യൂ ഓഫ് എക്സ് satisfying the equation. ഓക്കെ, അപ്പോൾ രണ്ടിടത്തും നമുക്കിവിടെ മോഡാണ് തന്നിരിക്കുന്നത്. അതായത് എക്സ് പ്ലസ് 4 ഇസ് ഈക്വൽ ടു 4x പ്ലസ് 6 എന്ന് പറയുന്ന ഫോമാറ്റിൽ രണ്ടിടത്തും നമുക്ക് മോഡ് തന്നിട്ടുണ്ട്. രണ്ടിടത്തും മോഡ് തന്നിട്ടുണ്ടെങ്കിൽ മോഡ് എക്സ് ഇസ് ഈക്വൽ ടു മോഡ് ആൽഫയാണ്. സോ എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് മൈനസ് ആൽഫ എന്ന് എഴുതും. അപ്പോൾ ഇവിടെ എക്സ് പ്ലസ് 4 ഇസ് ഈക്വൽ ടു പ്ലസ് മൈനസ് 4x പ്ലസ് 6 ആണ്. സോ എക്സ് പ്ലസ് 4 ഇസ് ഈക്വൽ ടു 4x പ്ലസ് 6ഉം പിന്നെ എക്സ് പ്ലസ് 4 ഇസ് ഈക്വൽ ടു മൈനസ് 4x മൈനസ് 6ഉം ആണ്. സോ ഇവിടെ 3x ഇസ് ഈക്വൽ ടു -2 എന്ന് വരും. സോ എക്സ് ഇസ് ഈക്വൽ ടു -2/3 എന്ന് വരും. ഇവിടുത്തെ കേസിലോ 5x ഇസ് ഈക്വൽ ടു -2 എന്ന് വരും, അല്ല -10 എന്ന് വരും. എക്സ് ഇസ് ഈക്വൽ ടു -2 എന്ന് വരും. സോ ഇവിടുത്തെ ആൻസർ എക്സ് ബിലോങ്സ് ടു കേർലി ബ്രാക്കറ്റിനകത്ത് -2/3ഉം -2ഉം ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തന്നിരിക്കുകയാണ്. ഇതാണ് തന്നിരിക്കുന്നത്. ഇനി എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് മോഡുലസ്, ആദ്യം പുറത്തുള്ള മോഡുലസ് നോക്കാം. പുറത്തുള്ള മോഡുലസിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 9 ആണ്. സോ അതിനർത്ഥം ഇതിനകത്തുള്ള വാല്യൂ +9 -9 ആവാം. അതായത് മോഡ് എക്സ് പ്ലസ് 2 -6 -4 എന്ന് പറഞ്ഞാൽ +-9 ആയിരിക്കും. അപ്പോൾ +9 വരികയാണെങ്കിൽ നോക്കിക്കേ, മോഡ് എക്സ് പ്ലസ് 2 -6 ഈസ് ഈക്വൽ ടു 9 + 4ഉം വരും, -9 + 4ഉം വരും. 9 + 4 വന്നപ്പോൾ 13 വന്നു. -9 + 4 എന്ന് പറഞ്ഞാൽ എത്ര വരും? -5 വന്നു. സോ മോഡുലസ് വാല്യൂ നെഗറ്റീവ് ഒരിക്കലും വരില്ല. സോ ഈ വാല്യൂ നമ്മൾ അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ നമുക്ക് ഇതാണ് ഇവിടെ ഉള്ളത്. സോ ഒരു മോഡുലസിനകത്ത് മോഡുലസ് വാല്യൂ എന്ന് പറഞ്ഞാൽ 13 വന്നു. അപ്പോൾ ഈ വാല്യൂ എന്ന് പറഞ്ഞാൽ +-13 ആയിരിക്കും. സോ മോഡ് ഓഫ് എക്സ് പ്ലസ് 2 -6 എന്ന് പറഞ്ഞാൽ +-13 ആയിരിക്കും. ദെൻ അഗെയിൻ മോഡ് ഓഫ് എക്സ് പ്ലസ് 2 എന്ന് പറഞ്ഞാൽ 13 + 6ഉം വന്നു, -13 + 6ഉം വന്നു. സോ ഇവിടെ -7ഉം ഇവിടെ 19ഉമാണ്. -7 ഇവിടെ മോഡുലസിൻ്റെ വാല്യൂ നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ ഇത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. സോ മോഡ് ഓഫ് എക്സ് പ്ലസ് 2 എന്ന് പറഞ്ഞാൽ 19. സോ എക്സ് പ്ലസ് 2ൻ്റെ വാല്യൂ +-19 ആയിരിക്കും. ദെൻ എക്സിൻ്റെ വാല്യൂ എന്ത് വരും? 19 - 2ഉം വരും, -19
-2 വരും. സോ 17 വന്നു -21 വന്നു. അപ്പോൾ നമുക്ക് എക്സിൻ്റെ 2 വാല്യൂസ് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. സോ എക്സ് ബിലോങ്സ് ടു 17, -21. ഓക്കെ, അപ്പോൾ മോഡുലസിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇനി ഒരു ക്വസ്റ്റ്യൻ തരാം. അത് നമ്മൾ 3 രീതിയിൽ, അതായത് 3 വേസിൽ നമ്മളിത് സോൾവ് ചെയ്യും. അതുകൂടെ നമുക്ക് നോക്കാം. അതായത് ക്വസ്റ്റ്യൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തരാം. ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ മോഡ് ഓഫ് എക്സ് പ്ലസ് 4 ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു അല്ല വേണ്ട, 2 വേണ്ട, 3 ഇൻറ്റു 5 മൈനസ് എക്സ്. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. 3 ഇൻറ്റു 5 മൈനസ് എക്സ്. അപ്പോൾ ആദ്യത്തെ രീതി എങ്ങനെയാണ്? ഇതിപ്പോൾ ഇവിടെ ആൽഫ എന്നല്ല നമുക്ക് തന്നിരിക്കുന്നത്. ആൽഫയുടെ വാല്യൂ നമുക്ക് തന്നിരിക്കുന്നത് ഒരു വേരിയബിൾ ആയിട്ടാണ്. സോ നമുക്കത് ആൽഫയുടെ സൈന് പറയാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാനുള്ളത്, നമ്മൾ എന്തായിരുന്നു, മോഡ് എക്സ് ഇസ് ഈക്വൽ ടു ആൽഫ തന്നു കഴിഞ്ഞാൽ എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് മൈനസ് ആൽഫ, ദെൻ ഈ ആൽഫ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആവുന്ന കേസിൽ. സോ നമുക്കിവിടെ തന്നിരിക്കുന്ന ആൽഫ ഇതാണ്. സോ നമ്മൾ ആദ്യം ആ ആൽഫ എഴുതും. 3 ഇൻറ്റു 5 മൈനസ് എക്സ് വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് എഴുതും. എന്നിട്ട് എന്ത് ചെയ്യുമെന്നറിയോ, ഇത് നമ്മൾ സോൾവ് ചെയ്യും. ഇത് നമ്മൾ സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ വേവി കർവ് മെത്തേഡ് വെച്ച് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഇവിടെ എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 5 മൈനസ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് വരും. സോ മൈനസ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -5 ആൻഡ് എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് വന്നു. ഓക്കെ, ദെൻ എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് മൈനസ് ആൽഫ വെച്ച് നമ്മളിത് സോൾവ് ചെയ്യും. പ്ലസ് മൈനസ് ആൽഫ വെച്ച് ഇവിടെ സോൾവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ ഈ എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് മൈനസ് ആൽഫ ഉണ്ടല്ലോ, അത് നമ്മളിവിടെ സോൾവ് ചെയ്യാം. അതായത് എക്സ് പ്ലസ് 4 ഇസ് ഈക്വൽ ടു പ്ലസ് മൈനസ് 3 ഇൻറ്റു 5 മൈനസ് എക്സ്. ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം. അല്ലെങ്കിൽ എന്താ, പ്ലസ് മൈനസ് എക്സ് പ്ലസ് 4 ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു 5 മൈനസ് എക്സ്. അതായത് ഓരോ സൈഡിൽ നമ്മൾ പ്ലസ് മൈനസ് കൊടുക്കുക. അപ്പോൾ ഇവിടുന്ന് എക്സ് പ്ലസ് 4 ഇസ് ഈക്വൽ ടു 15 മൈനസ് 3x എന്നും കിട്ടും. അതേപോലെ മൈനസ് എക്സ് മൈനസ് 4 ഇസ് ഈക്വൽ ടു 15 മൈനസ് 3x എന്നും കിട്ടും. ദെൻ ഇവിടെ 4x ഇസ് ഈക്വൽ ടു 11 എന്ന് വരും. എക്സ് ഇസ് ഈക്വൽ ടു 11/4 എന്ന് വരും. ദെൻ ഇവിടെയോ മൈനസ് എക്സ് പ്ലസ് 3x ഈസ് ഈക്വൽ ടു 15 പ്ലസ് 4, അതായത് 2x ഇസ് ഈക്വൽ ടു 19 എന്ന് കിട്ടും. എക്സ് ഇസ് ഈക്വൽ ടു 19/2 എന്നും കിട്ടും. ഇനി നമ്മൾ എന്താ നോക്കാനുള്ളതെന്നറിയോ, ഈ 2 വാല്യൂസും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണോ എന്നുള്ളത് നോക്കുക. അപ്പോൾ 11/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പോയിൻറ്റ് സംതിങ്ങും കിട്ടും. 19/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 പോയിൻറ്റ് സംതിങ്ങുമാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്കിവിടെ ആൽഫ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുള്ളതിൻ്റെ നമുക്ക് ഡൊമൈനിൻ്റെ ഈ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞു. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ 2ഉം കിട്ടി, നമുക്ക് 9ഉം കിട്ടി. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 5 ആണ്. അപ്പോൾ ഇത് നമ്മൾ എടുക്കത്തില്ല. ഇനി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണ് 2. സോ ഇത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. സോ എക്സിൻ്റെ വാല്യൂ നമുക്ക് ഇവിടുന്ന് 2 എന്ന് കിട്ടി. ഇത് ഈ പ്രോബ്ലം ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. ഇനി ഇങ്ങനെ അല്ലാതെ നമുക്ക് എങ്ങനെ ചെയ്യാം? ഇങ്ങനെ അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ഇപ്പോൾ എക്സ് പ്ലസ് 4 ഇസ് ഈക്വൽ ടു പ്ലസ് മൈനസ് 3 ഇൻറ്റു 5 മൈനസ് എക്സ് എന്ന് കിട്ടി. ഓക്കെ, ഇത് മെത്തേഡ് 2 ആണ്. ഇത് കിട്ടി. ഇനി എന്ത് ചെയ്യും? ഇനി നമുക്ക് ഇവിടുന്ന് എക്സിൻ്റെ വാല്യൂ
11/4 കിട്ടി, അതേപോലെ 19/2 കിട്ടി. ഇനി എന്ത് ചെയ്യണമെന്നറിയോ? ഈ മോഡ് എക്സ് പ്ലസ് 4 ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു 5 മൈനസ് എക്സ്, ഇതിൽ നമ്മളിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കണം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഈ 11/4 എന്നുള്ളത് ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യും. അതായത് ആദ്യം നമുക്കിവിടെ മോഡുലസ് ഇല്ലാത്ത സൈഡിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുമ്പോൾ 11/4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 3 ഇൻറ്റു 5 മൈനസ് 11/4 ആണ്. അതായത് 20 മൈനസ് 11/4 9/4 എന്ന് കിട്ടും. അതായത് ഇവിടെ 27/4 എന്നാണ് നമുക്കിവിടെ കിട്ടുന്നത്. 27/4 റൈറ്റ് ഹാൻഡ് സൈഡിൽ കിട്ടും. ഇവിടെ 11/4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 11/4 പ്ലസ് 4, അതായത് 11 പ്ലസ് 16/4 എന്നുള്ളത് 27/4 എന്ന് തന്നെ കിട്ടും. സോ 11/4 എന്നുള്ളത് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി 19/2 കൊടുക്കുന്ന സമയത്ത് ഇവിടെ 19/2 പ്ലസ് 4 ചെയ്യുമ്പോൾ ഒരു പോസിറ്റീവ് വാല്യൂ ആണ് ഇവിടെ വരുന്നത്, അല്ലേ? ഇനി ഇവിടെ നോക്കിക്കേ, 5 മൈനസ് 19/2 എന്നുള്ളത് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ നെഗറ്റീവ് വരും. സോ മോഡുലസിൻ്റെ വാല്യൂ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. സോ 19/2 എന്ന് പറയുന്ന വാല്യൂ നമ്മൾ അക്സെപ്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ ആദ്യത്തെ മെത്തേഡിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്തത്? ആദ്യത്തെ മെത്തേഡിൽ മോഡ് എക്സ് ഇസ് ഈക്വൽ ടു ആൽഫ എന്നുള്ള രീതിയിൽ എടുത്തിട്ട് ആൽഫ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ചെയ്ത് അവിടുന്ന് എക്സിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷം പിന്നെ എന്ത് ചെയ്തു? എക്സ് ഇസ് ഈക്വൽ ടു ആൽഫ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വരുമ്പോൾ എക്സിൻ്റെ വാല്യൂ പ്ലസ് മൈനസ് ആൽഫ എന്ന് നമുക്ക് എഴുതാം. ദെൻ അങ്ങനെ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടി. എക്സിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഈ എക്സിൻ്റെ ഇൻ്റർവെല്ലിലാണോ ആ കിട്ടിയിരിക്കുന്ന വാല്യൂസ് എന്ന് നമ്മൾ നോക്കും. അപ്പോൾ ഇവിടെ നോക്കിയ സമയത്ത് ഒരു വാല്യൂ മാത്രമേ ആ ഒരു ഇൻ്റർവെല്ലിലുള്ളൂ, രണ്ടാമത്തെ വാല്യൂ ആ ഇൻ്റർവെല്ലിൽ ഇല്ലാത്തതാണ്. സോ വാല്യൂ ആ ഇൻ്റർവെല്ല് സാറ്റിസ്ഫൈ ചെയ്യുന്ന വാല്യൂ മാത്രമാണ് നമ്മൾ എടുക്കുക. ഇനി ഇതല്ലാതെ ഇതിനെ നമുക്ക് വേറെ മൂന്നാമതൊരു മെത്തേഡ് വെച്ച് ചെയ്യാനായിട്ട് പറ്റും. മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മോഡ് റിമൂവ് ചെയ്യുന്ന മെത്തേഡാണ്, അല്ലെങ്കിൽ മോഡ് ഓപ്പൺ ചെയ്യുന്ന മെത്തേഡാണ്. ഇവിടെ എന്താണ്? എക്സ് പ്ലസ് 4 ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു ക്വസ്റ്റ്യൻ തന്നിരുന്നത് 3 ഇൻറ്റു 5 മൈനസ് എക്സ് ആണ്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കാനുള്ളത് ഈ മോഡുലസിനകത്തുള്ള വാല്യൂ ഇല്ലേ, അതെവിടെയാണ് 0 വരുന്നത് എന്ന് നോക്കുക. അതായത് എക്സ് പ്ലസ് 4 ഇസ് ഈക്വൽ ടു 0 ആണ്. സോ എക്സ് ഇസ് ഈക്വൽ ടു -4 എന്ന് കിട്ടി. അപ്പോൾ മോഡുലസിനകത്തുള്ള വാല്യൂ 0 വരുന്നത് -4ലാണ്. ഇനി നമ്പർ ലൈനിൽ നമ്മളത് മാർക്ക് ചെയ്തു, -4 മാർക്ക് ചെയ്തു. അതിനുശേഷം ഇവിടെ എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -4 എന്നും കിട്ടി. എക്സ് ഇസ് ലെസ് ദാൻ -4 ആണ് ഇപ്പുറത്ത്. ദെൻ ഇനി എന്ത് ചെയ്യണം? -4നേക്കാളും കൂടുതലായിട്ടുള്ള ഒരു വാല്യൂ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മോഡ് ഇവിടെ മോഡ് എക്സ് പ്ലസ് 4 ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു 5 മൈനസ് എക്സ് എന്ന് എഴുതി. അപ്പോൾ ഇവിടെ ഇപ്പോൾ 0 വന്നു കഴിഞ്ഞാൽ ഇവിടെ പോസിറ്റീവാണ്. സോ മോഡ് ഓപ്പൺ ചെയ്യുന്നത് ഇതുപോലെ തന്നെയായിരിക്കും. എക്സ് പ്ലസ് 4 ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു 5 മൈനസ് എക്സ് എന്ന് പറഞ്ഞായിരിക്കും മോഡ് ഓപ്പൺ ചെയ്യുക. സോ ഇവിടെ 4x ഇസ് ഈക്വൽ ടു 15 മൈനസ് 4, അതായത് എക്സ് ഇസ് ഈക്വൽ ടു 11/4 എന്ന് കിട്ടും. എക്സ് ഇസ് ഈക്വൽ ടു 11/4 എന്നുള്ളത് കിട്ടിക്കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ കേസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, അതായത് എക്സ് ഇസ് ലെസ് ദാൻ -4ൻ്റെ കേസിൽ ഈ മോഡ് എക്സ് പ്ലസ് 4 ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു 5 മൈനസ് എക്സ് ഇതെങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നതെന്നുള്ളത് നോക്കുക. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുന്നത് ഇപ്പോൾ ലെസ് ദാൻ -4 വരുമ്പോൾ ഇവിടെ -2 എന്ന് പറഞ്ഞ ഒരു വാല്യൂ ആണെങ്കിൽ -2 ലെസ് ദാൻ -4 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ -5 എടുത്തു. -5 എടുത്തു കഴിഞ്ഞാൽ ഇത് നെഗറ്റീവ് വാല്യൂ ആണ്. നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ മോഡ് ഓപ്പൺ ചെയ്യുന്നത് -x+4 എന്നാണ്. ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു 5 മൈനസ് എക്സ് എന്ന് വരും. സോ -x മൈനസ് 4 ഇസ് ഈക്വൽ ടു 15 മൈനസ് 3x ആണ്. ദെൻ 2x ഇസ് ഈക്വൽ ടു 15 പ്ലസ് 4 19 എന്ന് കിട്ടും. എക്സ് ഇസ് ഈക്വൽ ടു 19/2 ആണ്. സോ എക്സ് ഇസ് ഈക്വൽ ടു 11/4 എന്ന് കിട്ടി. ഇത് ഏത് ഇൻ്റർവെല്ലാണ്? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു -4 ആണ്. സോ എക്സ് ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യും. ഇനി എക്സ് ഇസ് ഈക്വൽ ടു 19/2 എന്നാണ് കിട്ടിയത്. എന്നാൽ ഈ ഇൻ്റർവെൽ എന്ന് പറയുന്നത് എക്സ് ലെസ് ദാൻ -4 ആണ്. സോ എക്സ് ലെസ് ദാൻ -4ലാണോ ഈ വാല്യൂസ്
ഈ വാല്യൂ എക്സ് ലെസ് ദാൻ -4 എന്ന് പറയുന്ന ഇൻ്റർവെല്ലിലെ വാല്യൂ ആണോ? അല്ലേ, ഇതൊരു പോസിറ്റീവ് വാല്യൂ ആണ്. സോ ഈ വാല്യൂ എടുക്കാൻ പറ്റില്ല. സോ അങ്ങനെ നമുക്ക് എക്സിന് ഒരു വാല്യൂ ആണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ 3 രീതിയിൽ ചെയ്തു. ഒന്നാമത്തെ കേസ് ഈ മോഡ് എക്സ് ഇസ് ഈക്വൽ ടു ആൽഫ എന്നുള്ള കേസ് തന്നിട്ടുണ്ട്. ഈ ആൽഫ പോസിറ്റീവ് ആണോ എന്നുള്ളതൊന്നും നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ ആൽഫ പോസിറ്റീവായിട്ട് എടുത്തിട്ട് ആൽഫ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ചെയ്തു. ദെൻ എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് മൈനസ് ആൽഫ ചെയ്ത് നമ്മൾ സോൾവ് ചെയ്തതിന് ശേഷം ഈ ഇൻ്റർവെല്ലുമായിട്ട് ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കി. അതൊരു മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് നമ്മൾ നേരെ തന്നെ എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് മൈനസ് ആൽഫ ചെയ്ത് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? ഈ വാല്യൂ ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്ത് നോക്കിയപ്പോൾ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കും. സാറ്റിസ്ഫൈ ചെയ്യുന്ന വാല്യൂ മാത്രം എടുക്കുക. ദെൻ മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മോഡ് ഡിഫൈൻ ചെയ്യുന്ന കേസാണ്. മോഡ് ഡിഫൈൻ ചെയ്യുന്ന കേസിൽ മോഡ് ഏത് വാല്യൂവിലാണ് 0 ആവുന്നത് എന്ന് നമ്മൾ മോഡ്ലെസ്സിനകത്തുള്ള വാല്യൂ എപ്പോഴാണ് 0 ആവുന്നത് അത് നോക്കുക. എന്നിട്ട് ആ വാല്യൂ ക്രിട്ടിക്കൽ പോയിൻ്റ് ആയിട്ട് എടുത്ത് നമ്പർ ലൈനിൽ മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഫംഗ്ഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നതെന്നും അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഫംഗ്ഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നതെന്നും നോക്കുക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യും? അവിടുന്ന് എക്സിൻ്റെ വാല്യൂ കിട്ടും. ആ കിട്ടിയ എക്സിൻ്റെ വാല്യൂ നമ്മൾ ഇൻ്റർവെല്ല് വെച്ച് നോക്കുക. ആ ഇൻ്റർവെല്ലിനകത്താണോ ഈ വാല്യൂ എന്നുള്ളത് നമ്മൾ നോക്കുക. സോ അങ്ങനെ നമുക്ക് എക്സിൻ്റെ വാല്യൂസ് ഇതിൽ നിന്നും കിട്ടും. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഈ മോഡ് ഡിഫൈൻ ചെയ്യുന്ന മെത്തേഡാണ് പാടായിട്ട് നമുക്ക് തോന്നും. പക്ഷേ എന്താണ്, പിന്നെ നമുക്ക് കുറേ മോഡൊക്കെ വന്ന സമയത്ത് നമുക്ക് എളുപ്പമായിട്ട് തോന്നുക ഈ മോഡ് ഡിഫൈനിങ് മെത്തേഡാണ്. അപ്പോൾ ഇതിൻ്റെ ഇനി ബാക്കിയുള്ള പ്രോബ്ലംസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.